ഇപ്പോൾ ടി സിദ്ദിഖ് MLA നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ടി സിദ്ദിഖ്, വീണ്ടും ഒരു വന്യജീവി ആക്രമണത്തിൽ സംസ്ഥാനത്ത് ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. അതും വയനാട്ടിൽ. അവിടെ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നാട്ടുകാരടക്കം ആരോപിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ താങ്കളുടെ പ്രതികരണം ഏത് രീതിയിലാണ്? വളരെ വേദനയുള്ള, വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ്, വേദനിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ ആഘാതം ഒരു പാവപ്പെട്ട കർഷക തൊഴിലാളി കുടുംബത്തിലെ തോട്ടം തൊഴിലാളിയായിട്ടുള്ള അവരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയ സമയത്താണ് ഈ ആക്രമണം ഉണ്ടായി എന്നത് മാത്രമല്ല, സിദ്ദിഖ്, കേൾക്കാമെങ്കിൽ താങ്കൾ പറയുന്നത് തുടരാം. എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ? കടുവ പ്രജീഷിന്റെ തലയോട്ടിയിൽ നിന്ന് ബ്രെയിൻ ഉൾപ്പെടെ പ്രജീഷിന്റെ ശരീരത്തിലെ മാംസഭാഗങ്ങൾ ഉൾപ്പെടെ ഭക്ഷിക്കുന്ന അതീവ സങ്കടകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. എന്റെ നിയോജകമണ്ഡലത്തിൽ പെരുന്തട്ടയിലും പുൽപ്പാറയിലും 4 കടുവ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒന്നിച്ച് കണ്ട് അവിടെ വലിയ പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളുമായി നിൽക്കുകയാണ് ഇപ്പോഴും. അത് അവിടെ മാത്രമല്ല, കള്ളാടിയും കണ്ടു, മറ്റുള്ള എല്ലാ ഇടങ്ങളിലും കണ്ടു. വളരെ ഒരു ടെറിട്ടോറിയസ് ആനിമലാണ്. അതിന് നിൽക്കേണ്ടതായിരിക്കുന്ന സ്ഥലം അവിടെ പെരുകി. സ്വാഭാവികമായി നമ്മൾ കുഴി കുഴിച്ചാൽ, നമ്മൾ വാൾ ബിൽഡിംഗ് മതിൽ കെട്ടിയാൽ, നമ്മൾ നടത്തിയാൽ സ്വാഭാവികമായി അത് ആനകളെ പ്രതിരോധിക്കാൻ സാധിക്കും. കടുവകളെ എങ്ങനെ പ്രതിരോധിക്കും? അതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സാറ്റലൈറ്റ് സിസ്റ്റവും അതുപോലെ ഇവയ്ക്ക് മുഴുവൻ റേഡിയോ കോളർ ധരിപ്പിക്കാനും സെൻസസ് എടുക്കുന്നത് പോലെ തന്നെ വളരെ കൃത്യമായി ഇതിന്റെ മൂവ്മെന്റ് രേഖപ്പെടുത്താനുള്ള നടപടി ഉണ്ടാകണം. സാമൂഹ്യ ജീവിതം ഇന്ന് വയനാട്ടിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ ഇതിന്റെ അടിയന്തര പ്രമേയം അസംബ്ലിയിൽ നടന്നപ്പോ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ 2 കള്ളം അവിടെ വെച്ചുകൊണ്ട് പറയുകയുണ്ടായി. ഒന്ന്, കേരളത്തിൽ വന്യമൃഗ ആക്രമണം കുറയുകയാണ്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു, വന്യമൃഗ ആക്രമണം കുറയുന്നു എന്നുള്ളതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞു, കാടിനകത്ത് വെച്ചുകൊണ്ട് തന്നെ മൃഗങ്ങളെ ഒരു സംഘം ആക്രമിക്കുന്നുണ്ട്. സംഘം ഏതാണ് പറയണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സിദ്ദിഖാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പ്രതിപക്ഷമാണെന്ന് പറഞ്ഞില്ലല്ലോ, അത് പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനും അറിയാന്ന് പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു, ആരാണെന്ന് നിങ്ങൾ പറയണം. അപ്പോ കള്ളം പറഞ്ഞ് രക്ഷപ്പെടുകയാണ്. ഒരു ഫണ്ടില്ല, ഒരു നടപടിയില്ല, ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിക്കാനുള്ള നടപടികളില്ല. ജനങ്ങളെ വന്യമൃഗങ്ങളുടെ മുമ്പിൽ നിസ്സഹായതയോടുകൂടി അവരുടെ ജീവൻ പൊലിയുന്ന അതീവ ഗുരുതരമായ സാഹചര്യം ഉണ്ടായിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിച്ച് രാഷ്ട്രീയവും അതുപോലെ മക്കളായിരിക്കുന്ന വാചക കസർത്തും നടത്തി രക്ഷപ്പെടുന്ന ഏറ്റവും ദുഃഖകരമായ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുകയാണ്. ഇത് സർക്കാരിന്റെ നിസ്സംഗതയാണ്. ആ നിസ്സംഗതയ്ക്ക് കൊടുക്കേണ്ടി വന്നതായിരിക്കുന്ന വിലയാണ്. ഒരു കാരണവശാലും ഇതിൽ നിന്ന് സർക്കാരിന് പുറകോട്ട് പോകാൻ ഒക്കില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ ടി സിദ്ദിഖ് MLA ഈ ഒരു സമയത്ത് പ്രതികരിച്ചതിന്. അതീവ രാഷ്ട്രീയ നിസ്സംഗത, അനങ്ങാപ്പാറ നയം എന്നുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്.